السلام عليكم ورحمة الله تعالى وبركاته. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أما بعد بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال نبينا محمد مصطفى صلى الله عليه وسلم إنما الأعمال بالنيات وإنما لكل امرئ ما نوى. ബഹുമാനാദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സന്തുലിതമല്ലാത്ത ഈ ലോകത്തിൽ ചർച്ച ചെയ്യൽ ഏറെ അനിവാര്യമായ വിഷയം തന്നെയാണ് ഇഖ്ലാസ്, ഈമാനിന്റെ ആത്മാവ് എന്നുള്ളത്. ഇഖ്ലാസ്, ഈമാനിന്റെ ആത്മാവ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാനാണ് ഞാനിവിടെ എഴുന്നേറ്റുന്നത്. നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങളെ, എന്താണ് ഇഖ്ലാസ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആ വിശ്വാസം വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സാക്ഷാത്കരിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ ഇഖ്ലാസ് എന്ന സാങ്കേതിക പദത്തെ നാം മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ കാര്യങ്ങൾ പരിഹരിക്കുവാനും സ്വയം വിചാരണ ചെയ്യുവാനും നമുക്ക് സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങളെ, ലോകത്തിന്റെ അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നില്ലയോ? തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇഖ്ലാസിന് 60ഓളം ശാഖകളുണ്ട്. അതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലുച്ചരിക്കലാണ്. അതിൽ വെച്ച് ഏറ്റവും താഴെയുള്ളത് വഴിയിലെ പ്രയാസത്തെ നീക്കലാണെന്ന് ലോകത്തിന്റെ അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നില്ലയോ? പ്രിയപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങളെ, ഇഖ്ലാസിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇഖ്ലാസിന്റെ ഏറ്റവും ഉദാത്തമായ ഒരു ഉദാഹരണം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുകയാണ്, അല്ലയോ നാഥ, അല്ലയോ നാഥ, നീ എനിക്ക് എങ്ങനെയാണ് മരിച്ചവരെ പുനർജീവിപ്പിക്കാമെന്ന് കാണിച്ചു തരാമോ? അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഇബ്രാഹിമേ, അല്ലയോ ഇബ്രാഹിമേ, നീ എന്നിൽ വിശ്വസിക്കുന്നില്ലയോ? നീ എന്നിൽ വിശ്വസിക്കുന്നില്ലയോ? അപ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, അതെ, നിശ്ചയം ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നവൻ തന്നെയാണ്. എന്നാൽ പക്ഷേ ഞാൻ ഈ ചോദ്യം ചോദിച്ചത് എൻ്റെ മനസ്സിനെ സമാധാനപ്പെടുത്താൻ വേണ്ടിയാണെന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകുകയാണ്. ഇബ്രാഹിമേ, ഇബ്രാഹിമേ, നീ 4 പക്ഷികളെ പിടികൂടുകയും അവയെ നിന്നിലേക്ക് അടുപ്പിക്കുകയും അവയെ തുണ്ടം തുണ്ടമായി മുറിക്കുകയും ചെയ്തിട്ട് ഓരോ മലയ്ക്ക് മുകളിലും കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് നീ അവരെ തിരിച്ചു വിളിക്കുക. നിശ്ചയം അവ നിന്നിലേക്ക് തന്നെ ഓടി വരുന്നതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിക്ക് വാക്ക് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങളെ, എത്ര മനോഹരമായാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്.
പ്രിയപ്പെട്ടവരെ, ഇഖ്ലാസിനെ കുറിച്ച് ചിന്തിച്ച് ഒരു ദിവസമെങ്കിലും നിന്റെയൊക്കെ കണ്ണിൽ നിന്നും കണ്ണുനീർ വന്നു പോയിട്ടുണ്ടോ? പാശ്ചാത്യ ലോകത്തിന്റെ ജീവിത ശൈലികളെ സ്വീകരിച്ച്, വേഷവിധാനങ്ങളെ സ്വീകരിച്ച്, പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ശരീഅത്തുകളെ വക്രീകരിച്ച് അള്ളാന്റെ വിധിവിലക്കുകൾ മറികടക്കുന്നതിന്റെ സമൂഹമേ, നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാളെ മരിച്ചാല് ഞാനും നീയുമെല്ലാം കിടക്കേണ്ട ഖബറുണ്ടല്ലോ, ആ ഖബറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ഭീതി പരക്കുകയാണ്. പ്രിയപ്പെട്ട എന്റെ മുഅ്മിനീങ്ങളെ, ഖബറിന്റെ ജീവിതം കഴിഞ്ഞാല് പിന്നെ ഹിസാബിന്റെ വേളയാണ്. നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് അട്ടഹസിച്ച് നടക്കുന്ന മനുഷ്യരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നില്ലയോ, വസീകല്ലദീന തഖൗ റബ്ബഹും ഇലൽ ജന്നതി സുമറാ. മനുഷ്യ മനസ്സുകൾ കൈമലർത്തി വിയർത്തൊലിച്ച് നിൽക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ ആ മഹാകോടതിയിലേക്കാണ് നമ്മുടെ ഈ പ്രയാണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട എന്റെ മുഅ്മിനീങ്ങളെ, ഇഖ്ലാസ് എന്നത് വെറും നാവ് കൊണ്ട് പറയുന്ന ഒന്നല്ല, മറിച്ച് കൃത്യമായ അറിവിലൂടെ മനസ്സിലൂടെ ഉടലെടുക്കുന്ന ഉറച്ച ബോധ്യത്തിനാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട എന്റെ മുഅ്മിനീങ്ങളെ, നാം എല്ലാവരും ഇഖ്ലാസ് ഉള്ളവരായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും മുഖ്ലിസീങ്ങളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.